ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഡെമിത്രിയുടെ റിഫിൾ ഫാൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. ഒരു ഇതെല്ലാ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ റിഫിൾ ഫാൻ ട്യൂട്ടോറിയൽ ചെയ്യാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുള്ള എന്ത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ എന്തായാലും കാണാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓരോ മൂവ്സും പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് 90% ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളും കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് റിഫിൾ ഫാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ ഡ്രിബിൾ ചെയ്യാൻ അറിയണം. ഒപ്പം തന്നെ നമ്മൾ ഗ്രിപ്പ് എങ്ങനെ പൊസിഷന്, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാതും കൊണ്ട് ഈ ഒന്ന് പെർഫെക്റ്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പോസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്ത് നോക്കുമ്പോൾ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ വീണ്ടും ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈൻഡിൽ വെച്ചിരിക്കുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് പെർഫെക്റ്റ് ആക്കിയാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മളെ റൈറ്റ് ഹാൻഡ് നിങ്ങൾക്ക് ഏതാണോ പ്രിഫർ ചെയ്യണത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ. ഞാനിപ്പോൾ റൈറ്റ് ഹാൻഡ് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രിബിൾ ചെയ്യാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആ പൊസിഷൻ. ഞാൻ ഡ്രിബിൾ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഡ്രിബിൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡ്രിബിൾ ചെയ്യണത് അത് ഇതുപോലെ തന്നെ നമ്മളെ ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 3 ഫിംഗേഴ്സും തമ്പും അതുപോലെ തന്നെ ഇൻഡെക്സും ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ റിഫിൾ ചെയ്തിട്ട് ഡ്രിബിൾ ചെയ്യുക. ഈ ഒരു റിഫിൾ ചെയ്യണ ഒരു മോഷനാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. ലെഫ്റ്റ് ഹാൻഡിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കി വെച്ചെങ്കിൽ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു ഇൻഡെക്സ് ഫിംഗറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫിംഗേഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇൻഡെക്സ് ഫിംഗർ ആയിരിക്കും പിന്നെ നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു പ്ലേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെക്കുക. ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചാൽ ഈ ക്ലബ്സിൻ്റെ ഒരു ഈ ഭാഗത്തായിട്ട് എന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗർ നമ്മൾ വെക്കുക. പിന്നെ ശ്രദ്ധിക്കുക വെച്ചാൽ നമ്മുടെ നഖം മാത്രം തട്ടാൻ പാടുള്ളൂ. നമ്മുടെ ഒരു സ്കിന്നും ഇവിടുത്തെ സ്കിന്ന് തട്ടാൻ പാടില്ല, ഇങ്ങനെ തട്ടാൻ പാടില്ല. അപ്പം തന്നെ ഇതും ഇങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ ആകെ നമ്മളെ നഖം മാത്രമാണ്. ഒന്നെങ്കിൽ നമുക്ക് നഖം മാത്രം ടച്ച് ആകാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ നഖം ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം നഖം ടച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. പക്ഷെ ഇതിങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട്, ഓരോരുത്തർക്കും ഓരോരുത്തരിലേക്കും ചെയ്യാൻ എളുപ്പമുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ റിഫിൾ മോഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ലെഫ്റ്റ് ഹാൻഡ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലായിരിക്കണം നമ്മുടെ ഇൻഡെക്സ് പ്ലേസ് ചെയ്യേണ്ടത്. അധികം പുറത്ത് വരാനും പാടില്ല, ഈ അറ്റത്തും പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമ്മളെന്ന് വെച്ചാൽ റിഫിൾ, ഞാൻ നേരത്തെ പറഞ്ഞ റിഫിളും ഒരുമിച്ച് കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നോക്കി വെച്ചെങ്കിൽ നമ്മുടെ ആ സർക്കിൾ മോഷൻ ഫാൻ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ചെയ്തത്. ഇവിടെ നോക്കി വെച്ചാൽ നമ്മളിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ചെയ്തത്. നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എന്താ ചെയ്യണം, നമ്മൾ കുറച്ച് ചിരിക്കണം. കുറച്ച് ചിരിച്ച് കഴിഞ്ഞാൽ കാർഡ്സൊക്കെ വീഴണം. അതുപോലെ ചെയ്യണം. അപ്പോൾ ഈ റിഫിളും ആ ഒരു മോഷൻ ഒരുമിച്ച് കൊടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫാൻ കിട്ടും. നന്നായി ചെയ്യാൻ പാടില്ല, നമുക്ക് ഫുള്ള് കാർഡ് പുറത്തു പോകും. കുറച്ചിങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ സംഭവം തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ഫീൽ ഉണ്ടാവും നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ. അത് നമ്മളൊരു പെർഫെക്റ്റ് ബാലൻസിൽ ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഒരു ഫോഴ്സ് കൊടുത്തു, കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഫാൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഗ്രിപ്പും പൊസിഷനും ലെഫ്റ്റ് ഹാൻഡിൻ്റെ പ്ലേസ്മെൻറ്റും അത് മാത്രമാണ്. പിന്നെ എല്ലാം നിങ്ങൾ പ്രാക്ടീസിലൂടെയാണ് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഈ മോഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. കാരണം ആ ഫാൻ നന്നായി വന്നില്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ കൊടുക്കുക. നന്നായിട്ട് ഫോഴ്സ് ആയിട്ട് കൊടുക്കരുത്, അപ്പോൾ തിരിച്ചു പോകും കാർഡ്. ഒപ്പം തന്നെ ചെരിച്ച് പിടിക്കലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുവരെ പറഞ്ഞതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ മൂന്ന് വിരലും ഇവിടെ തടസ്സമായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ റിഫിൾ ഫാൻ ചെയ്യുമ്പോൾ ഈ 3 വിരലും ഒരു തടസ്സമായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മളെങ്ങനെയാണോ ഡ്രിബിൾ ചെയ്യുമ്പോൾ ചെയ്തത്, ഈ ഫിംഗേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തത്, അതുപോലെ നമ്മൾ ഈ റിഫിൾ ഫാൻ ചെയ്യുമ്പോൾ നൈസായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ കംപ്ലീറ്റ് സർക്കിൾ വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം.
പിന്നെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ കാർഡ്സിൻ്റെ കാര്യമാണ്. ഈ റിഫിൾ ഫാൻ ചെയ്യാൻ നല്ലൊരു കാർഡ് വേണം, എന്നാലാണ് നമുക്ക് ഇത് പോസിബിൾ ആവുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ നല്ല റഫ് പോലെ തന്നെ ഉപയോഗിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാർഡ് വെച്ചെങ്കിൽ നമുക്ക് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാൻ കിട്ടില്ല ഒരിക്കലും. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് പറ്റാണ്ട് എന്നെ ചീത്ത വിളിക്കരുത്. അപ്പോൾ നല്ല കാർഡ് വെച്ച് ചെയ്യുക. ഏത് കാർഡിസ്ട്രി ഉപയോഗിക്കുന്ന കാർഡ് വെച്ചെങ്കിലും നന്നായിട്ട് ഫാൻ ചെയ്യാൻ പറ്റുന്ന കാർഡായാലും മതി. അത് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസിയായി ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോയെന്നോ ഇല്ലെന്നോ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. കമൻറ്റ് സെക്ഷനിൽ പറയാം.